Once again, welcome back to Virtual Teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 1-ലെ കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ CRAയിലെ 5th മൊഡ്യൂളായ വൈൻഡിങ് അപ്പ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി? വാട്ട് ഈസ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി? എന്താണത്? ഇറ്റ് ഈസ് എ പ്രോസസ് whereby its life is ended. നമ്മുടെ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. അപ്പോൾ ആ ഒരു കമ്പനി വൈൻഡപ്പ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് എൻഡ് ആയി കഴിഞ്ഞാൽ, പിന്നെ ആ കമ്പനിയിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ആർക്കുള്ളതാണ്? കമ്പനിക്ക് ഏതെങ്കിലും ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കട അടച്ച് തീർക്കാനും, അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആ മെമ്പേഴ്സ് തന്നെ ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. An administrator called liquidator is appointed and then control the company. ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അവിടെ അപ്പോൾ സ്ഥാപിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡേറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിക്വിഡേറ്റർ എന്ന ടേം. അപ്പോൾ കമ്പനി വൈൻഡപ്പ് സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്ററാണ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്യുകയും അദ്ദേഹമായിരിക്കും പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ കമ്പനീനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുക. കളക്ട് ഇറ്റ്സ് അസറ്റ്. നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടോ അസറ്റ് എല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ പേ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഡെറ്റും കാര്യങ്ങളും എല്ലാ ചെലവും വരവും എല്ലാം കഴിഞ്ഞിട്ട് എന്താണോ ബാക്കിയുള്ള സർപ്ലസ് ഉള്ളത് അതെന്ത് ചെയ്യും? ഫൈനലായിട്ട് ആ കമ്പനിയിലെ മെമ്പേഴ്സിന് തന്നെ അവർ റൈറ്റ് അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഈ ലിക്വിഡേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. വാട്ട് ഡു യു മീൻ ബൈ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി? ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്: എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്നത്? മിക്കവരും വൈൻഡിങ് അപ്പും ഡിസൊല്യൂഷനും രണ്ടും മാറി മാറി ഇൻ്റർചേഞ്ച് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടല്ലോ. അപ്പോൾ എന്താ ഡിസൊല്യൂഷൻ നോക്കാം. ദ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി മീൻസ് ടെർമിനേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്തു, നമ്മുടെ കമ്പനി തീർന്നു, ഫുള്ളി ക്ലോസ് ആകുമ്പോൾ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്നത്. ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് എന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ട്, വൈൻഡിങ് അപ്പ് പ്രോസസ്സ് എന്തൊക്കെയുണ്ട്? ലിക്വിഡേറ്ററിനെ വയ്ക്കും, പിന്നെ അദ്ദേഹം എല്ലാ അസറ്റിനെ കൈകാര്യം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സിനെ കൈകാര്യം ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട് സർപ്ലസ് ഉള്ളത് നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനി പൂട്ടാണ്. ആ ഒരു എൻഡ് റിസൾട്ടാണ് എന്ത്? നമ്മുടെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 481, സെക്ഷൻ ഒന്നും പറയണ്ട, വെൻ ദ അഫെയർ ഓഫ് എ കമ്പനി ഹാവ് ബിൻ കംപ്ലീറ്റ്ലി വൂണ്ട് അപ്പ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കഴിഞ്ഞാൽ, ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദ ട്രിബ്യൂണൽ ഷാൽ മേക്ക് എൻ ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ. എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട്, എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ട്രിബ്യൂണൽ എന്ത് ചെയ്യുക? ആ ഡിസൊല്യൂഷൻ ചെയ്യണം എന്നൊരു ഓർഡർ മേക്ക് ചെയ്യാം. നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്യാം എന്നൊരു ഓർഡർ മേക്ക് ചെയ്യാം. The company will be dissolved from the date of such an order by the tribunal. ട്രിബ്യൂണൽ എപ്പോഴാണ് ആ ഒരു ഓർഡർ പറയുന്നത് ആ ഡേറ്റ് തൊട്ട് എന്താണ്? കമ്പനി പൂട്ടുന്നതായിരിക്കും. ഇതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്? ഇത് നമുക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. അപ്പോൾ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്നാമത്തത് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഓർ കമ്പൽസറി വൈൻഡിങ് അപ്പ്. ട്രിബ്യൂണൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ലോ പറഞ്ഞിട്ട് നമ്മൾ കമ്പനി പൂട്ടുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ ഓർ കമ്പൽസറി വൈൻഡിങ് അപ്പ്. രണ്ടാമത്തത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. വെച്ചാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആ ഒരു കമ്പനി പൂട്ടുകയാണെങ്കിൽ അതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ ആദ്യം തന്നെ എന്താണ് വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ എന്ന് നോക്കാം. Winding up of a company as per the order of the National Company Law Tribunal is termed as compulsory winding up. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ ഓർഡർ പ്രകാരം നമ്മൾ നമ്മുടെ കമ്പനി പൂട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The tribunal may order the winding up of a company upon a petition filed by certain persons for its winding up. അപ്പോൾ ട്രിബ്യൂണൽ ഇങ്ങനെ കമ്പൽസറി വൈൻഡിങ് അപ്പ് പറയണമെങ്കിൽ അല്ലെങ്കിൽ പൂട്ടണം എന്ന് പറയണമെങ്കിൽ അവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വരും. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് പെറ്റീഷൻ കൊണ്ട് കംപ്ലയിൻ്റ് ഉണ്ടേ ഫയൽ ചെയ്യുമ്പോഴാണ് ട്രിബ്യൂണൽ കയറി നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇനി എപ്പോഴൊക്കെയാണ്? അപ്പോൾ ഒരു വ്യക്തി വന്ന് എന്താണ് പെറ്റീഷൻ നൽകിയാൽ മാത്രമല്ല നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക, അല്ലാണ്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ കമ്പനി ഇങ്ങനെ ഒരു കമ്പൽസറി വൈൻഡ് അപ്പിലേക്ക് പോകുക അത് നമുക്ക് നോക്കാം ഇനി. So first situation ആണ്, if a company is unable to pay its debt.
നമ്മുടെ കമ്പനിക്കുള്ള കടങ്ങൾ വീട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്പനിയുടെ കടങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കേസിൽ കമ്പനി പിന്നെ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കാരണം അവരുടെ ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ കേസ് വരാണെങ്കിൽ ട്രിബ്യൂണൽ എന്ത് പറയും, കമ്പനി വൈൻഡപ്പ് ചെയ്യാമെന്ന് കമ്പൽസറി വൈൻഡപ്പിന് ഓർഡർ നൽകുന്നതായിരിക്കും. അതാണ് ഫസ്റ്റ് കേസ്, ഇഫ് ദ കമ്പനി ഈസ് അൺഏബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്. നെക്സ്റ്റ് നോക്കാം. ഇനി ഡെറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, ചുമ്മാ കയറി നമ്മുടെ കടം അടച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു മാർജിൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് എക്സീഡ് ചെയ്യും മാത്രമാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ്, ഇഫ് ദ ക്രെഡിറ്റർ എൻടൈറ്റിൽഡ് ടു റിസീവ് എ സം എക്സീഡിംഗ് 1 lakh rupee ഡിമാൻഡ് ദ മണി ഇൻ റൈറ്റിംഗ് ആൻഡ് ദ കമ്പനി ഡസ് നോട്ട് പേ ദ മണി വിത്തിൻ 21 days ഓഫ് ദ ഡേറ്റ് ഓഫ് ഡിമാൻഡ്. ഇമ്പോർട്ടൻ്റ് എന്താണ്, ക്രെഡിറ്റർ വന്നിട്ട് നമ്മുടെ കമ്പനിയോട് കാശ് ആവശ്യപ്പെട്ടു. നമുക്ക് ആ ക്രെഡിറ്ററിന് കിട്ടാനുള്ളത് 1 lakhന് മേലുള്ള എമൗണ്ട് ആണ്, 1 lakh പ്ലസ് സംതിങ് ആണ് ആൾക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു മണി ഡിമാൻഡ് ചെയ്യുകയും, പക്ഷെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, 21 ദിവസം അയാൾ ഡിമാൻഡ് ചെയ്തിട്ട് 21 days കഴിഞ്ഞിട്ടും ആ ഒരു എമൗണ്ട് തിരിച്ച് പേ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചില്ല എന്ന് വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, അവിടെ നമ്മുടെ കമ്പനി കമ്പൽസറി വൈൻഡപ്പ് ചെയ്യണമെന്ന് ട്രിബ്യൂണൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇഫ് എക്സിക്യൂഷൻ ഓർ അതർ പ്രോസസ് ഇൻ ടേൺഡ് അൺസാറ്റിസ്ഫൈഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട്. നമ്മുടെ ഡെറ്റ് അടച്ചു തീർക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എക്സിക്യൂഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സിൽ അത് സാറ്റിസ്ഫൈഡ് ആവാണ്ടിരിക്കുകയും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടായിരിക്കില്ല, ആസ് എ പാർട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രിബ്യൂണലിനെ കമ്പനി പൂട്ടിക്കാം. ഇഫ് ദ ട്രിബ്യൂണൽ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ കമ്പനി ഈസ് അൺഏബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്, ട്രിബ്യൂണൽ തന്നെ തോന്നാണ് ഈ കമ്പനിക്ക് ഇനി ഡെറ്റ് അടച്ചു തീർക്കാൻ പറ്റില്ല എന്നൊരു പോയിന്റ് തോന്നുകയാണെങ്കിൽ അവിടെയും കമ്പൽസറി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് വൺ ആണ്, ഇഫ് ദ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ് ദാറ്റ് ദ കമ്പനി വൂണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. അപ്പോൾ കമ്പനി എന്താണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറഞ്ഞു, ട്രിബ്യൂണൽ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് എന്താണ് നമ്മുടെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാം എന്ന് ട്രിബ്യൂണൽ പറയുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്, കമ്പൽസറി വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സിറ്റുവേഷൻസാണ് പറയുന്നത് എപ്പോഴേക്കാണ് ഈ കമ്പൽസറി വൈൻഡപ്പ് വരുന്നതെന്ന്. ഇനി മൂന്നാമത്തെ സെക്ഷനാണ്, ഇഫ് ദ കമ്പനി ഹാസ് ആക്റ്റഡ് എഗെയിൻസ്റ്റ്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഇങ്ങനെ ഡെറ്റ് കേസും ഇല്ല, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുമില്ല, അതൊന്നല്ല പ്രശ്നം. പക്ഷേ നമ്മുടെ കമ്പനി നമ്മുടെ രാജ്യത്തിൻ്റെ സോവർണിറ്റിയോ ഇൻറ്റഗ്രിറ്റിയോ ആ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ഉറപ്പായിട്ടും പൂട്ടിക്കളയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ, സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി എന്ത് ചെയ്യും, പൂട്ടിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ എതിരെ എന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ കമ്പനി പൂട്ടിക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പബ്ലിക് ഓർഡർ, ഡീസൻസി ഓർ മൊറാലിറ്റി. നമ്മുടെ പബ്ലിക് ഓർഡറിന് എഗെയിൻസ്റ്റോ ഡീസൻസിക്ക് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റോ ആയിട്ട് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ട്രിബ്യൂണലിന് കമ്പൽസറി ആയിട്ട് നമ്മുടെ കമ്പനി പൂട്ടിക്കാനാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ഡി സെക്ഷനാണ്, ഇഫ് ദ ട്രിബ്യൂണൽ ഹാസ് ഓർഡർ ദ വൈൻഡിങ് ഓഫ് കമ്പനി ആസ് എ സിക്ക് കമ്പനി. നമ്മുടെ കമ്പനി നമ്മുടെ ട്രിബ്യൂണൽ പറയാണ് നമ്മുടെ കമ്പനി സിക്ക് കമ്പനിയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനി പൂട്ടേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി അടുത്തത്, ഇഫ് ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ കമ്പനി പൂട്ടണം, നമ്മുടെ കമ്പനി ഒരു ഫ്രോഡുലന്റ് മാനറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രജിസ്ട്രാറോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഓതറൈസ്ഡ് ഉള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും ട്രിബ്യൂണൽ വന്ന് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനി പൂട്ടുന്നതായിരിക്കും ആ ചെക്ക് ചെയ്തിട്ട്. നെക്സ്റ്റ്, ഇഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺ ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ. നമ്മുടെ ഇപ്പോഴത്തെ പ്രിസീഡിംഗ് ആയിട്ടുള്ള 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേണോ ഫയൽ ചെയ്യുന്നത് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം, രജിസ്ട്രാറിന് കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയും അതനുസരിച്ച് ട്രിബ്യൂണൽ വന്ന് എന്ത് ചെയ്യും, ഇവരുടെ കമ്പനി കമ്പൽസറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വണ്ണാണ്, ഇഫ് ദ ട്രിബ്യൂണൽ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൂണ്ട് അപ്പ്. ട്രിബ്യൂണൽ തോന്നണം ഇതൊരു ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആണ് എന്നാണ്, ഈ കമ്പനി അടച്ചു പൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അടച്ചു പൂട്ടാം. എപ്പോഴൊക്കെയാണ് ഈ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആ ഒരു ക്ലോസ് വരുന്ന എപ്പോഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് നമ്മുടെ കമ്പനി മാറിപ്പോവാം. നമ്മുടെ കമ്പനി തുടങ്ങിയത് വേറൊരു കാര്യത്തിനും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വേറൊരു കാര്യത്തിനാണെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ മാറിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നമ്മുടെ കമ്പനി ചെയ്യുകയാണെങ്കിലോ പബ്ലിക് ഇൻട്രസ്റ്റിനെതിരെ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് അസറ്റ് കൊണ്ടൊന്നും നമ്മുടെ കമ്പനിയുടെ ഡെറ്റ് അടച്ചിട്ടില്ല എന്ന്
ട്രിബ്യൂണൽ തോന്നുകയാണെങ്കിലോ ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് വിളിക്കുന്ന പേരാണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, നല്ലതായിട്ട് രീതിയിലുള്ള. അപ്പോൾ ആ ഒരു ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ വേയിൽ തോന്നിക്കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കമ്പൽസറി വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെയാണ് ഇനി വോളണ്ടറി വൈൻഡപ്പ്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്, കമ്പൽസറി ഉണ്ട്, അടുത്തത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്? Voluntary winding up means winding up by the members or creditors of the company without any intervention of the tribunal. ട്രിബ്യൂണൽ പറഞ്ഞിട്ടോ ട്രിബ്യൂണലിൻ്റെ ഇടപെടലോ കൊണ്ടല്ല, നമ്മുടെ കമ്പനിയിലെ മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ പറയുകയാണ് ഈ കമ്പനി ഇനി പൂട്ടാം, ഇനി മുന്നോട്ട് പോവണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Thus, the members and the creditors are left free to settle the claims without going to tribunal. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ അടുത്തേക്ക് പോവുകയോ കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് തന്നെ ആ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അവരുടെ സെറ്റിൽമെൻറ്റ്സ് കൃത്യമായിട്ട് നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതൊക്കെ കേസിലായിരിക്കും നമ്മൾ ഈ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സർക്കംസ്റ്റാൻസിലായിരിക്കും നമ്മുടെ കമ്പനി വോളണ്ടറി വൈൻഡപ്പ് ആവുമെന്ന് നോക്കാം. അപ്പോൾ 2 കേസുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പയറി ഓഫ് ദ പീരീഡ് ഫോർ ഇറ്റ്സ് ഡ്യൂറേഷൻ. അപ്പോൾ എന്താണ്, നമ്മുടെ ആർട്ടിക്കിളിൽ ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഇത്ര കൊല്ലത്തേക്ക് നമ്മുടെ കമ്പനി ഫോം ചെയ്തേക്കണമെന്ന്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തോളണം. On the occurrence of any event in respect of which the article provide that the company should be dissolved. നമ്മുടെ ആർട്ടിക്കിൾ പറഞ്ഞു ഇന്ന സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു ഈവൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പൂട്ടിക്കോളണം എന്ന്. ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജ് പണിയാണ് നമ്മുടെ കമ്പനിയുടെ ഉദ്ദേശമെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ പണി എന്ന് തീർന്നു അന്ന് നമ്മുടെ കമ്പനി എന്തായിരിക്കണം, പൂട്ടിക്കോളണം. അങ്ങനെ ഒരു ഈവൻറ്റ് ഒക്കറൻസ് ഓഫ് ഈവൻറ്റിൽ അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പൂട്ടിക്കോളണം എന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സിറ്റുവേഷനിലേക്കാണ് വോളണ്ടറി വൈൻഡപ്പ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോഡ് ഓഫ് വൈൻഡിങ് അപ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ്? ഇപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനിയുടെ ട്രിബ്യൂണൽ തോന്നാണ് ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, അത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആണ്, കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്നത്. അപ്പോൾ അതിന് വേറെ ഒരു പെറ്റീഷൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല, ട്രിബ്യൂണൽ തന്നെ തോന്നാണത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ കണ്ടീഷനിലായിരിക്കും ഇങ്ങനെ തോന്നാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ് എന്ന് പറയാൻ കാരണം എന്തൊക്കെ നോക്കാം. ഒന്നാമത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ സബ്ജക്റ്റ് മാറ്റർ പോവുകയാണെങ്കിൽ, സബ്ജക്റ്റ് മാറ്റർ അല്ല നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്, സബ്ജക്റ്റ് മാറ്ററൊക്കെ കഴിഞ്ഞ് പോയി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യാം, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നമ്മുടെ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തത് ആ സബ്ജക്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ വേറെ കാര്യത്തിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ബിസിനസ് ഫുള്ളായിട്ട് ലോസ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴും ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു വൈൻഡ് അപ്പ് ദ കമ്പനി. അടുത്തെന്താണ്, നമ്മുടെ കമ്പനിയിലെ അസറ്റ് അത് ഇൻസഫിഷ്യൻ്റ് ആണ്, നമ്മുടെ കമ്പനിയിലെ എക്സിസ്റ്റിംഗ് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അസറ്റ് ഉള്ളൂ എന്നാണെങ്കിൽ നമ്മുടെ കമ്പനി മുന്നോട്ടിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ കമ്പനി എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അതല്ല നമ്മുടെ കമ്പനി ഇപ്പോൾ ഏതെങ്കിലും ഫ്രോഡുലൻറ്റോ ഇല്ലീഗൽ ബിസിനസ്സോ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു വൈൻഡ് അപ്പ് ദാറ്റ് കമ്പനി. അല്ലേ, നമ്മുടെ ഫ്രോഡുലൻറ്റോ അല്ലെങ്കിൽ ഇല്ലീഗൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ കമ്പനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ പബ്ലിക്കും അറിയാണ്, ചില സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ, ചില വില്ലേജ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില കമ്പനി പൂട്ടണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സ്ട്രൈക്ക് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റ്, പബ്ലിക് ഡിമാൻഡ് അനുസരിച്ച് ട്രിബ്യൂണൽ ഓർഡർ ഉണ്ടവരും എന്താണ്, ആ കമ്പനി വൈൻഡപ്പ് ചെയ്യണം. പബ്ലിക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും അവർക്ക് കമ്പനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ കമ്പനി നമ്മുടെ ട്രിബ്യൂണൽ പൂട്ടേണ്ടതായിട്ട് വരും. ഇതാണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഈ ഗ്രൗണ്ട് ഫോർ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്നത്. നമ്മുടെ വൈൻഡിങ് അപ്പ് ട്രിബ്യൂണലോ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ കാരണമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പൽസറി വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട്സ് ഫോർ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് എന്തൊക്കെയാണ്, ഒന്നാമത് നമ്മൾ ഡെറ്റ് പേ ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞാണ് എന്താ, ക്രെഡിറ്റേഴ്സിന് 1 lakh മേലെ ഉള്ളൊരു എമൗണ്ട് ക്രെഡിറ്റ് വന്ന് ചോദിക്കുകയാണെങ്കിൽ 21 ഡേയ്സിനുള്ളിൽ നമ്മുടെ കമ്പനിക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പനി പൂട്ടിയിരിക്കണം. പിന്നെ എന്തൊക്കെയാണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ് ചെയ്തിട്ട് ട്രിബ്യൂണൽ പറയുകയാണ് കമ്പനി പൂട്ടാമെന്ന് പറയുകയാണെങ്കിൽ കമ്പനി പൂട്ടണം. നമ്മുടെ ഇന്ത്യയുടെ സോവറിനിറ്റിയോ ഇന്ത്യക്ക് എതിരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കമ്പനി പൂട്ടാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ സ്റ്റേറ്റിലെ ഗുഡ് റിലേഷൻഷിപ്പിനെതിരെയോ അല്ലെങ്കിൽ പബ്ലിക് ഓർഡർ, ഡീസെൻസി, മോറാലിറ്റി ഇതിനൊക്കെതിരെ നമ്മുടെ കമ്പനി മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പം കമ്പനി കമ്പൽസറി ആയിട്ട് പൂട്ടേണ്ടി വരും. നമ്മുടെ കമ്പനി സിക്ക് കമ്പനിയാണ് ട്രിബ്യൂണൽ പറയുകയാണെങ്കിൽ അപ്പോഴും കമ്പനി പൂട്ടേണ്ടി വരും. രജിസ്ട്രാർ പറയാണ് നമ്മുടെ കമ്പനി ഫ്രോഡുലന്റ് മാനറിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയാണ്, അങ്ങനെ പറയുകയാണെങ്കിലും നമ്മുടെ കമ്പനി പൂട്ടുന്നതായിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രാറിനടുത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആനുവൽ റിട്ടേൺസും ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീഫോൾട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ 5 ഇയേഴ്സ് പ്രിസീഡിങ് 5 ഇയേഴ്സിലെ കോൺസിക്യൂട്ടീവ് അടുപ്പിച്ചുള്ള 5 വർഷങ്ങളിലെ അപ്പോൾ അവിടുത്തെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആനുവൽ റിട്ടേൺസും നമ്മൾ ഡീഫോൾട്ട് വരുത്തുക ഫയൽ ചെയ്യുമ്പോൾ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് കമ്പൽസറി ആയിട്ട്. നെക്സ്റ്റ് ആണ് ജസ്റ്റ് ഇക്വിറ്റബിൾ വേയിൽ നമ്മുടെ കമ്പനി വേണമെങ്കിലും വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേണ്ട വേല ഞാൻ പറഞ്ഞു പോയത്. നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്താൽ എന്താണ് ജസ്റ്റ് ഇക്വിറ്റബിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് എ ലിക്വിഡേറ്റർ? ആരാണ് ലിക്വിഡേറ്റർ? ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഒഫീഷ്യലി അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് എ കമ്പനി ഓർ എ ഫേം. ഒരു ഫേമോ ഒരു കമ്പനിയോ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യലി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു അസർട്ടൈൻ ആൻഡ് സെറ്റിൽ ദ ലയബിലിറ്റി ഓഫ് എ കമ്പനി ഓർ എ ഫേം. നമ്മുടെ കമ്പനിക്കോ ഫേമിനോ എന്തോരം ലയബിലിറ്റി ഉണ്ടെന്ന് നോക്കി അസർട്ടൈൻ ചെയ്ത് അത് കൃത്യം സെറ്റിൽ ചെയ്യുകയാണ് നമ്മുടെ ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദർ ആർ എനി സർപ്ലസ് അസറ്റ് ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ കോൺട്രിബ്യൂട്ടറീസ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ സർപ്ലസ് അസറ്റ് ഉണ്ടെങ്കിൽ എന്താണ് അത് കോൺട്രിബ്യൂട്ടറീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ആരാണ് കോൺട്രിബ്യൂട്ടറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ലിക്വിഡേറ്റർ ആരാണ്? അപ്പോൾ ഒരു ഒഫീഷ്യലി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. എന്തിനു വേണ്ടി? നമ്മുടെ കമ്പനി വൈൻഡിങ് അപ്പ് സമയത്ത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പേഴ്സണാണ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ കമ്പനി ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അസർട്ടൈൻ ചെയ്യുകയും അത് കൃത്യം സെറ്റിൽ ചെയ്യുകയും സർപ്ലസ് അസറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോൺട്രിബ്യൂട്ടറീസിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് കൊടുക്കുകയും ചെയ്യണം. ഇതാണ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സോ നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്, എന്താണ് അഡ്വൈസറി കമ്മിറ്റി എന്നത്? The tribunal may, while making a winding up order, direct that there should be an advisory committee to advise liquidator. അപ്പോൾ വൈൻഡിങ് അപ്പ് സമയത്ത് ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, അവിടെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാവണം. എന്തിനു വേണ്ടിയാണ്? ലിക്വിഡേറ്റർ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാവണം എന്ന് പറയും. Tribunal so directs the liquidator shall within 30 days from the date of order of winding up convey a meeting of the creditor and contributor to enable tribunal to ascertain membership of the committee. അപ്പോൾ എന്താണ്, 30 ഡേയ്സിനുള്ളിൽ ലിക്വിഡേറ്റർ ആ ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപം കൊടുക്കുകയും അതിൽ മെമ്പേഴ്സ് ആരാണ് കൃത്യമായിട്ട് ട്രിബ്യൂണലെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഓർഡർ വൈൻഡ് അപ്പ് ചെയ്യണമെന്നൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ തന്നെ കമ്മിറ്റി ഫോം ചെയ്ത് മെമ്പേഴ്സിനെ ആരൊക്കെ മെമ്പേഴ്സിന് കൃത്യമായിട്ട് ആരെ അറിയിച്ചിരിക്കണം? നമ്മൾ നമ്മുടെ ട്രിബ്യൂണലിനെ അറിയിച്ചിരിക്കണം. അഡ്വൈസറി കമ്മിറ്റി ഷാൽ ഹാവ് നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സ്. നമ്മുടെ അഡ്വൈസറി കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? 12 മെമ്പേഴ്സ് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മെമ്പേഴ്സ് ഷാൽ ബി ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സും അതുപോലെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും നമ്മുടെ കമ്പനി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ സച്ച് പ്രപ്പോർഷൻ ആസ് മേ ബി ഡയറക്റ്റഡ് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രപ്പോർഷനിലായിരിക്കണം നമ്മുടെ കോൺട്രിബ്യൂട്ടേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നമ്മൾ മെമ്പേഴ്സാക്കി മാറ്റേണ്ടത്. അതുപോലെ തന്നെ 12 മെമ്പേഴ്സിന് കൂടുതൽ പോകാനും പാടില്ല. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് എ കോൺട്രിബ്യൂട്ടറി? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺട്രിബ്യൂട്ടറി എന്താണെന്ന് പറയാമെന്ന്. അപ്പോൾ കോൺട്രിബ്യൂട്ടർ എന്താണ്? കോൺട്രിബ്യൂട്ടറി മീൻസ് എ പേഴ്സൺ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ അസറ്റ് ഓഫ് ദ കമ്പനി ഇൻ ദി ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീങ് വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ് എന്ന സമയത്ത് കമ്പനിയിലേക്ക് എന്താണെന്ന് വെച്ചാൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ്. പേഴ്സൺ ഹാവ് ദ ലയബിലിറ്റി ടു കോൺട്രിബ്യൂട്ട്, അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂട്ടറി എന്നത്. പക്ഷേ എ പേഴ്സൺ ഹോൾഡിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഇൻ എ കമ്പനി ഷാൽ ബി കൺസിഡർ ആസ് എ കോൺട്രിബ്യൂട്ടറി ബട്ട് ഷാൽ ഹാവ് നോ ലയബിലിറ്റി ഓഫ് എ കോൺട്രിബ്യൂട്ടറി. ഒരു കോൺട്രിബ്യൂട്ടറിക്കുള്ള ലയബിലിറ്റി ആർക്കുണ്ടാവില്ല? ആ ഒരു പേഴ്സണ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? ആ ഒരു ലയബിലിറ്റി ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രയാണ് കൊടുക്കാനുള്ളത് ആ കാശ് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എൻ അൺരജിസ്റ്റേർഡ് കമ്പനി? എന്താണ് അൺരജിസ്റ്റേർഡ് കമ്പനി നോക്കാം. ഇറ്റ് ഹാസ് ബീൻ നോട്ടഡ് ദാറ്റ് ആൻ അൺരജിസ്റ്റേർഡ് കമ്പനി മേ നോട്ട് ബി എ കമ്പനി അറ്റ് ഓൾ. ഒരിക്കലും ഒരു അൺരജിസ്റ്റേർഡ് കമ്പനി ഒരിക്കലും ഒരു കമ്പനി അല്ല. The Act makes it clear that such companies shall be deemed to be a company only in the event of its winding up and also only to the extent provided in the Act. നമ്മുടെ ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അൺരജിസ്റ്റേർഡ് കമ്പനിയായിട്ട് ഡീം ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? അത് ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ആ കമ്പനി പൂട്ടുന്ന സമയത്ത് മാത്രമായിരിക്കും അതിനൊരു കമ്പനിയായിട്ട് രജിസ്റ്റേർഡ് കമ്പനിയായിട്ട് കാണുകയും അതുപോലെ തന്നെ ആ ഒരു ഇളവ് എന്നത്
ആ ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്തോരം വരെ ആ ഒരു ഇത് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന്, ഒരു കമ്പനി നിലനിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അൺരജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താതെ നോക്കാം. റെയിൽവേ കമ്പനി ഇൻകോർപ്പറേറ്റ് ഉള്ള നമ്മുടെ ആക്ട് ഓഫ് പാർലമെൻറ്റിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽവേ കമ്പനീസ് ഒന്നും എന്താണ് അൺരജിസ്റ്റേർഡ് കമ്പനിയിൽ വരുന്നില്ല. അതുപോലെ തന്നെ കമ്പനി ആക്ടിൽ കീഴെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളൊന്നും അൺരജിസ്റ്റേർഡ് കമ്പനികളല്ല. അതുപോലെ തന്നെ എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, പ്രീവിയസ് കമ്പനി ലോയിൽ കീഴ് രജിസ്റ്റേർഡ് കമ്പനികളൊന്നും എന്താണ് അൺരജിസ്റ്റേർഡ് കമ്പനി. അപ്പോൾ ഇതിലൊന്നും വരാത്ത കമ്പനികളായിരിക്കും എന്ത് അൺരജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മളൊരു അൺരജിസ്റ്റേർഡ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരിക? ഒന്നാമത് എന്താണ്, സാധാ പോലെ നമ്മുടെ കമ്പനിക്ക് അവർ ഡെറ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി പോവുകയാണെങ്കിൽ ആ കമ്പനിയോട് വെച്ച് പൂട്ടുകയും നല്ലത്. ആൻഡ് ലാസ്റ്റ് ഈസ് ട്രിബ്യൂണൽ തോന്നാണ് എന്താണ് നമ്മുടെ ഈ കമ്പനി പൂട്ടുന്നത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ തോന്നുകയാണെങ്കിൽ ട്രിബ്യൂണലിനോട് വെച്ചിട്ട് ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദിസ് നമ്മൾ CRAയിലെ 5th മോഡ്യൂൾ കംപ്ലീറ്റ് ആവാണ്. ഈ 10 ക്വസ്റ്റ്യൻസിലൂടെ നമ്മുടെ ഈ ഒരു മോഡ്യൂളിൽ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു വിഷയം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പഠിച്ചാൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ്. വിത്തിൻ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വേഗം തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഒപ്പം തന്നെ സിമ്പിൾ ചാപ്റ്റർ കൂടിയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ടെക്സ്റ്റ് ബുക്കായിട്ട് ഈ വീഡിയോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ലൈൻസിൻ്റെ മീനിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.